ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പനിയാരം അതുപോലെ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ ഒരു കേരള സ്പെഷ്യൽ റെസിപ്പി അല്ല, തമിഴ്നാടും കർണാടക അവിടെയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലേ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാലോ. അപ്പോൾ പനിയാരത്തിന് വേണ്ടിയിട്ടുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മല്ലിയിലൊക്കെ ചേർക്കാം. അതിനുശേഷം നമ്മൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള സവോളയും അതുപോലെ തക്കാളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശമാവിൽ പനിയാരം ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ നേരത്തെ മുറിച്ച് വെച്ചല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടിയിട്ട് അതിലോട്ട് ചേർക്കണം. അതിനു വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ ദോശമാവിലോട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായി വഴറ്റി നമ്മുടെ ദോശമാവിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറച്ച് സമയം അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള ചുവന്ന മുളകൊന്ന് വറുത്തെടുക്കണം. ഇത് എരിവുള്ള മുളകാണ്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അതൊന്ന് വറുത്തെടുത്ത ശേഷം നമ്മുടെ സവോള അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ കുറച്ച് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടാലോ. ഇങ്ങോട്ടൊക്കെ പാടേ. പാട്ടെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ നല്ലതല്ലേ. പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അതൊരു കളറിന് വേണ്ടി 1 ടീസ്പൂൺ ചേർക്കാം. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ പഞ്ചസാര എന്തിനാണ് ചേർക്കുന്നതെന്ന് വിചാരിച്ചാൽ എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇനി ഇത് നമ്മൾ ചൂടാറാൻ വെക്കണം കേട്ടോ. കാരണം ചൂടാറാതെ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തണിയട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പനിയാരം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി വെച്ചു. ഇനി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എള്ളെണ്ണയാണ് ഒഴിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, മാവെടുത്ത് ഇതുപോലെ ഓരോ ഉണ്ണിയപ്പ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ച ശേഷം മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി മുരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനിയാരം റെഡിയായി. അതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് വന്നാലോ. ആദ്യം നമ്മൾ വറുത്ത് വെച്ച ചുവന്ന മുളക് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇനി അതിലോട്ട് കടുകും മുളകും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പനിയാരം കൂടി ഉണ്ടാക്കിയിട്ട് വന്നാലോ. അപ്പം നമ്മൾ പനിയാരം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതുപോലെ ചമ്മന്തിയും വെച്ച് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. എല്ലാവരും ഇങ്ങനെ ഗോത്തിനെ സ്നേഹിച്ചു കൊല്ലത്. അപ്പോൾ പനിയാരം തക്കാളി ചമ്മന്തിയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാനും കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയും പെയ്തു, ആഹാ ആശ്വാസമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.